ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനിന്ന് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് ചക്ക കൊണ്ട് നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഇലയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ചക്ക കൊണ്ട് തയ്യാറാക്കുമ്പോൾ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. ഗോതമ്പ് പൊടിയിൽ തയ്യാറാക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അരിപ്പൊടിയെക്കാട്ടിയും ഗോതമ്പ് പൊടിയിൽ തയ്യാറാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് തോന്നുന്നത്. നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതാ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ ചപ്പാത്തി പരുവത്തിൽ നിന്നും കുറച്ചുകൂടെ ലൂസായിട്ടിരണം ഇരിക്കാൻ, എങ്കിൽ മാത്രമേ അത് നമുക്ക് ഒരേ രീതിയിൽ പരത്തിയെടുക്കാനും പറ്റുള്ളൂ. മാവെല്ലാം കുഴച്ചൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്, തേങ്ങയും തിരുവി വെച്ചിട്ടുണ്ടായിരുന്നു. ശർക്കര ചെറിയതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ചക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞു വയ്ക്കണം. മാവും തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇനി ആവശ്യത്തിന് കുറച്ച് ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതിന് ശേഷം അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് ശേഷം എന്താ ഇലയപ്പത്തിൻ്റെ ഇലയാണ്. വാഴയില ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും. ഞാനിപ്പോൾ ഈ ഒരു ഇലയിലാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു ഇലയിൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഇലയിൽ ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ കുറച്ച് മാവ് അതിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഇതാ കൈ കൊണ്ട് ഇതാ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം. കൈവെള്ളം കൊണ്ട് പരത്തേണ്ട, ഒരു 3 വിരൽ കൊണ്ട് ഇതാ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടുകയും ചെയ്യും. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടയാണ്. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ശർക്കരയും തേങ്ങയും കൂടെ ഉള്ള മിക്സ് അതിൻ്റെ സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചക്കയും കൂടെ ഒഴിച്ച് കൊടുക്കാം. കൂഴിച്ചക്ക ചെയ്യുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റും മണവും എല്ലാം നമ്മൾ വരിക്കച്ചക്കയിൽ ഇലയുടെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ 2 രീതിയിലും ഇലയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ചക്ക ഇട്ടും ചക്ക ഇടാതെയും ചെയ്യുന്നുണ്ട്. ഇവിടെ മക്കൾക്കൊന്നും ചക്ക ഇട്ട് ചെയ്യുന്നത് അത്ര ഇഷ്ടമില്ല. എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. പിന്നെ എനിക്ക് കുറച്ച് ചുമയും ശ്വാസം മുട്ടും ബുദ്ധിമുട്ടുകളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ഇടാനും പറ്റുന്നില്ല, വോയിസ് കൊടുക്കാനൊന്നും പറ്റുന്നില്ല. പലരുടെ വീഡിയോസ് കാണാനും ഉണ്ട്. അപ്പം പറ്റുന്ന കണക്കൊക്കെ ഞാൻ കണ്ടു തരുന്നുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ രണ്ടാമത് ഞാൻ വീണ്ടും ഒരു ഇലയിലിട്ട് അത് പരത്തി കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ചക്ക ഇട്ട് ചെയ്യുന്നതും ചക്ക ഇടാതെ ചെയ്യുന്നതും നമുക്ക് അട ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവില്ലല്ലോ, ഏതാണെന്ന് അറിയത്തില്ല. അതിനായിട്ടാണ് ഞാൻ ഇല മടക്കുമ്പോൾ അതിന് 2 രീതിയിലാണ് ഞാൻ മടക്കിയെടുക്കുന്നത്. അപ്പം ചക്ക ഇട്ട് ചെയ്തതിന് ഞാനിതാ ഈ ഒരു രീതിയിലാണ് മടക്കിയെടുക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. അപ്പോൾ ദാ ഇങ്ങനെയാണ് ഞാൻ മടക്കി കൊടുക്കുന്നത്. ഇങ്ങനെ നീളത്തിന് മടക്കുമ്പോഴേക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ അങ്ങനെ ഞാൻ രണ്ടാമത്തെ ഇലയപ്പവും റെഡിയാക്കിയിട്ടുണ്ട്. അതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അതിന് ശേഷം ഞാൻ ചക്ക ഇടാതുള്ള ഇലയപ്പമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് വ്യൂസൊക്കെ കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ മാത്രമേ നമുക്കതിനുള്ളൊരു പ്രതിഫലം കാണുകയുള്ളൂ. അപ്പോൾ ഇതാ രണ്ടാമത്തെ ഇലയപ്പവും ഞാനിതാ തിരിച്ചാണ് മടക്കി കൊടുത്തത്. ഇല കണ്ട തിരിച്ചാണ് ഞാൻ മടക്കിയത്. ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് അത് അറിയാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഞാൻ. അപ്പോൾ മോനൊന്നും ചക്ക ഇട്ടതൊന്നും കഴിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചക്ക ഇടാതെ 2-3 എണ്ണവും കൂടെ ഞാൻ അവനുണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ചൂടായി കിടക്കുന്ന ഇഡ്ഡലി പാത്രത്തിലേക്ക് ഞാൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഈ ചക്ക എനിക്ക് നമ്മുടെ ഫാൻസിക്കാട് വൈഫ് തന്ന ചക്കയായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചക്കയാണ്. നല്ല മധുരമായിരുന്നു. അപ്പം എന്താ ഞാൻ എല്ലാം അടുക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അടച്ച് വെച്ച് കൊടുത്ത് വേവിക്കുകയാണ്. വെന്തോന്നൊന്ന് തുറന്ന് നോക്കാം. കണ്ട നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ഇലയിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല.
ഇല ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അല്പം എണ്ണയൊന്ന് തടവി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കൊണ്ടുള്ള ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.